അപ്പോസ്തലപ്രവൃത്തികൾ 21:5. അവിടത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവർ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി. പൗലോസ് അപ്പോസ്തലൻ 3-ാം മിഷണറി യാത്ര പൂർത്തിയാക്കി മടങ്ങുന്ന വേളയിൽ കപ്പൽ തുറമുഖങ്ങളിൽ ചിലയിടങ്ങളിൽ താൻ സ്ഥാപിച്ച സഭകളിലുള്ളവരെ കണ്ട് യാത്ര പറയുന്ന രംഗങ്ങളിൽ ഒന്നാണ് ഇത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളെ ദൈവകൃപയിലേക്ക് ആനയിച്ച ദൈവഭക്തനെ അവസാനമായി കാണുകയാണ് തങ്ങൾ എന്ന ചിന്തയിൽ നിന്നുള്ള വൈകാരികമായ വിടപറയലാണ് ഇവിടെ നടക്കുന്നത്. മരണം മുന്നിൽ കാണുന്ന ഒരാൾ ഭയത്തോടെ നാളുകൾ തള്ളി നീക്കുകയാവും ചെയ്യുക. രോഗിയായ ഒരാളോട് ഡോക്ടർ മരണത്തിന് ഒരു സമയം പറഞ്ഞാൽ അത് കാത്തു ജീവിക്കുന്നത് എത്ര കഠിനമായ മാനസികാവസ്ഥ സൃഷ്ടിക്കും. എന്നാൽ ഒരു യഥാർത്ഥ ദൈവഭക്തൻ എങ്ങനെയാകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ മാതൃക കാണിക്കുകയാണ്. പലരും കരഞ്ഞ് മുന്നോട്ടുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കരഞ്ഞെൻ്റെ മനസ്സ് കലക്കുന്നതെന്ത് എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രമുണ്ടാകുന്ന ചിന്തയാണിത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ എന്ന ചിന്തയുള്ളവർക്ക് മരണം ഒരു സ്ഥലം മാറ്റം മാത്രം. ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ ശുശ്രൂഷകനോടുള്ള ദൈവജനത്തിൻ്റെ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെയുള്ളത്. അവർ കടൽക്കര വരെ വന്ന് അവിടെ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ യാത്രയാക്കുന്നു. നമ്മെ ആത്മീയമായി ശുശ്രൂഷിച്ചവർക്ക് എന്ത് പ്രതിഫലം നൽകിയാലും പകരമാവില്ല. എന്നാൽ ഭൗതികമായി അവരെ ബഹുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്നേഹപൂർണമായ പെരുമാറ്റം അവരുടെ മനസ്സ് നിറയ്ക്കും. ദൈവദാസരെ വേദനിപ്പിക്കുന്ന അനേക വ്യക്തികളുടെ നടുവിൽ സത്യസുവിശേഷകരെ സ്നേഹിച്ച് ബഹുമാനിക്കുന്നവരെയും അവർക്കായി പ്രാർത്ഥിക്കുന്നവരെയും അവരുടെ തലമുറകളെയും ദൈവം ആദരിക്കാതിരിക്കയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.